ഹായ് ഫ്രണ്ട്സ്, സ്നേഹത്തിന് മറ്റൊരു വലിയ അർത്ഥമുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വീണ്ടും ദുഃഖവെള്ളി നമ്മളിലേക്ക് എത്തുകയാണ്. തോമസിനെ പോലെ കണ്ടാലേ വിശ്വസിക്കൂ, തൊട്ടാലേ വിശ്വസിക്കൂ. പത്രോസിനെ പോലെ ചില സമയങ്ങളിൽ നമ്മളും തള്ളി പറയാറുണ്ട്. മറ്റു ശിഷ്യന്മാരെ പോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളും ഓടിപ്പോകാറുണ്ട്. എന്നാൽ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടും ആ ക്രൂശിൻ്റെ വഴിയിൽ സ്വയം ഏറ്റെടുത്ത് ആ യേശുവിൻ്റെ കൂടെ നമുക്കും പിന്തുടർന്നാലോ? അപ്പോൾ തുടക്കത്തും തുടങ്ങാം അല്ലേ? വായോ. തുടക്കം നമ്മുടെ അടിവാരത്തെ പള്ളിയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഈ കുരിശുമലയിലേക്കുള്ള തുടക്കം കുറിക്കുന്നത്. ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രവും ഒരുപാട് കഥകളും പറയാനുണ്ട്. തോമസ് ലീഹ ഇവിടെ വന്ന് സുവിശേഷം അറിയിക്കുകയും എന്നാൽ ഇവിടെയുള്ള ആൾക്കാർ അത് നിഷേധിക്കുകയും ചെയ്തു. അതിന് സങ്കടത്തിൽ തോമസ് ലീഹ നമ്മുടെ കുരിശുമലയുടെ ഏറ്റവും മുകളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് കൈകൊണ്ട് അവിടെ ഒരു കുരിശ് വരച്ചു. വരച്ച കുരിശിൽ നിന്ന് പ്രകാശം വന്നിട്ട് ഈ മലമേലുള്ള ആൾക്കാർ ആ പ്രകാശം കൊണ്ട് അവിടേക്ക് ചെന്നപ്പോഴത്തേക്ക് തോമസ് ലീഹായ്ക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആഹാരം കൊടുക്കുന്നത് കണ്ടു. ഇതെല്ലാം കണ്ട് അവർ പേടിച്ച് ഭയന്ന് താഴേക്ക് ഇറങ്ങി വരികയും താഴെ നിന്ന് ആൾക്കാരെ ഇത് അറിയിച്ചിട്ട് അവരെ മുകളിലേക്ക് പോയി. അങ്ങനെയാണ് ഈ കുരിശുമലയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതാണ് പഴയ പള്ളി, അതായത് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ മലയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കുകയോ അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്ഥാപിച്ച ചെറിയ പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ പുതിയ പള്ളിയുമുണ്ട്. ഇപ്പം കുരിശുമല കയറാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്നാൽ ശാരീരികമായും അവർക്ക് വയ്യായ്മകളുള്ളവർക്ക് കുരിശുമല കയറാൻ പറ്റാത്തവർ ഈ പള്ളിയിൽ വന്ന് കുരിശിൻ്റെ വഴിയെ വന്നാൽ മതിയെന്ന് 2004 മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് അതിനുള്ള പ്രയോജനം തീർച്ചയായും ദൈവം തരും. ഇവിടെ പള്ളിയിൽ വിശുദ്ധ തോമസ് ലീഹായുടെയും കുരിശിൻ്റെയും തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കുരിശുമലയിലേക്കുള്ള കുരിശിൻ്റെ വഴിയെ നമ്മൾ തുടരുകയാണ്. കുരിശു അങ്ങനെ 14-ാം സ്ഥലവും കഴിഞ്ഞ് നമ്മൾ മാർത്തോമാ ശ്ലീഹായുടെ മണ്ഡപത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഏറ്റവും മുകളിൽ ആ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം വഴി കൂടെ ഒരുപാട് വേദനകളും യാതനകളും ഒക്കെ സഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നമ്മുടെയൊക്കെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ ഒരു വലിയ സ്നേഹത്തെയും വലിയ സത്യത്തെയും ഓർത്ത് അങ്ങനെ മുകളിൽ മാർത്തോമാ ശ്ലീഹായുടെ മണ്ഡപത്തിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് മുമ്പിലേക്ക് നടക്കുമ്പോൾ ആനയുത്തിയ പള്ളി കാണാം. അതെ, ഇവിടെ ആ സൂക്ഷിച്ച് നോക്കിയാൽ ആനയുടെ കൊമ്പിൻ്റെ ആഴത്തിലുള്ള പാടുകൾ നമുക്ക് കാണാൻ പറ്റും. പള്ളിയുടെ മുൻഭാഗമാണിത്. ചെറിയൊരു ചാപ്പലാണ്. നമുക്ക് മൗനമായിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഇടമുണ്ട് അവിടെ. അങ്ങനെ അവിടുന്ന് മുമ്പിലേക്ക് നടക്കുമ്പോൾ സൈഡിലായിട്ട് ഒരു കിണറുണ്ട്. ഈ കിണറെന്ന് പറഞ്ഞാൽ തോമസ് ലീഹായ്ക്ക് ദാഹിച്ചപ്പോൾ കയ്യിലിരുന്ന വടിയുണ്ട് പാറപ്പുറത്തടിച്ച് അങ്ങനെ അവിടുന്ന് വെള്ളം വന്നു എന്നാണ് പറയുന്നത്. ഇത് എത്രയും വലിയ മലയുടെ മുകളിൽ കടും വെയിലത്ത് പോലും വറ്റാത്തതായ ഒരു നീരുറവ. അവിടെ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും കുപ്പികളിൽ വീടുകളിലേക്ക് കൊണ്ടുപോകാറുമുണ്ട്. അവിടുന്ന് പിന്നെ മുമ്പിലേക്ക് വരുമ്പോൾ തോമസ് ലീഹായുടെ കാൽപാദങ്ങൾ പതിഞ്ഞ പാടുകൾ കാണാം. ആ റൗണ്ടിൽ സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും കാൽപാദങ്ങൾ.
അങ്ങനെ പൊൻകുരിശും കണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. പൊൻകുരിശും കണ്ട് എല്ലാ കാൽപ്പാടും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് മലയിറങ്ങുക കേട്ടോ. ഇപ്പോൾ സമയം വെളുപ്പിന് ഒരു 4 മണിയായിട്ടുണ്ട്. ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും മല കയറാൻ തുടങ്ങി. അങ്ങനെ താഴ്വാരത്തെത്തി ഞങ്ങൾ നേർച്ചക്കഞ്ഞിയും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.